Centrifugal casting. So casting that utilizes centrifugal force within a spinning mold to force the metal against the wall is known as centrifugal casting. So centrifugal casting എന്ന് പറയുന്നത് centrifugal casting is a method of producing casting by pouring the molten metal into a rapidly rotating mold. അതായത് നമ്മൾ ഇത്രയും കണ്ടുകൊണ്ടിരുന്ന കാസ്റ്റിങ്ങിന് നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോൾഡിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റലിനെ പോർ ചെയ്യുന്നു. സോ ദ മെറ്റൽ ഈസ് ത്രോൺ ഔട്ട് ടുവേർഡ്സ് ദ മോൾഡ് ഫേസ് ബൈ ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അണ്ടർ കൺസിഡറബിൾ പ്രഷർ. ഒരു കൺസിഡറബിൾ പ്രഷറിൽ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന മോൾഡിലേക്ക് നമ്മൾ ഈ മോൾട്ടൺ സ്റ്റേജിലുള്ള മെറ്റലിനെ നമ്മൾ അതിലേക്ക് പോർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വാളിലേക്ക് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ മൂലം എന്ത് ചെയ്യുന്നു, ഈ മോൾട്ടൺ മെറ്റൽ സ്റ്റിക്കാവുന്നു. സോ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ കാസ്റ്റിംഗ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്നുള്ളൊരു നെയിമിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദ റിസൾട്ട് ഇൻ ബെറ്റർ മോൾഡ് ഫില്ലിംഗ് ആൻഡ് എ കാസ്റ്റിംഗ് വിത്ത് ഡെൻസർ ഗ്രെയിൻ സ്ട്രക്ചർ വിച്ച് ഈസ് വിർച്വലി ഫ്രീ ഓഫ് പോറോസിറ്റി. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സോടുകൂടി നമുക്ക് വളരെ സിമ്പിളായി കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിലൂടെ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്നത് മോസ്റ്റ്ലി ഹോളോ ആയിട്ടുള്ള സിലിണ്ടറുകളാണ്. അപ്പോൾ നമ്മളിവിടെ ഹോളോ ആയിട്ടുള്ള സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ കാസ്റ്റിങ്ങിലൊക്കെ നമ്മൾ ഹോളോ ആയിട്ടുള്ള സിലിണ്ടേഴ്സിന് എന്ത് യൂസ് ചെയ്യുമായിരുന്നു, കോർ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ കോർ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇൻസൈഡുള്ള ആ ഒരു ഹോളോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാസ്റ്റിംഗ് ചെയ്യുന്നത്. സോ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് സംടൈംസ് ഇറ്റ്സ് കോൾഡ് ആസ് റോട്ടോ കാസ്റ്റിംഗ്. നമ്മൾ ചില സമയത്ത് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിനെ റോട്ടോ കാസ്റ്റിംഗ് എന്നും വിളിക്കുന്നുണ്ട്. ഈസ് എ മെറ്റൽ കാസ്റ്റിംഗ് പ്രോസസ് ദാറ്റ് യൂസസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ടു ഫോം സിലിണ്ടറിക്കൽ പാർട്സ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ദിസ് ഡിഫേഴ്സ് ഫ്രം മോസ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ് പ്രോസസ് വിച്ച് യൂസ് ഗ്രാവിറ്റി ഓർ പ്രഷർ ടു ഫിൽ ദ മോൾഡ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വെറൈറ്റീസ് ഓഫ് കാസ്റ്റിംഗിൽ ഗ്രാവിറ്റി മൂലവും അല്ലെങ്കിൽ പ്രഷർ ഉപയോഗിച്ചിട്ടുള്ള മോൾഡുകളാണ് നമ്മൾ കണ്ടിരുന്നത്, അല്ലെങ്കിൽ കാസ്റ്റിംഗ് പ്രോസസ്സുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ കാസ്റ്റിംഗ് ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇൻ കാസ്റ്റിംഗ് in centrifugal casting, a permanent mold made from steel or cast iron or graphite is typically used. അപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടൊരു മോൾഡ് ഉണ്ട്, അത് ഒന്നില്ലെങ്കിൽ സ്റ്റീലോ അല്ലെങ്കിൽ കാസ്റ്റ് അയണോ അല്ലെങ്കിൽ ഒരു ഗ്രാഫൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പെർമനൻ്റ് മോൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ഹോളോ ആയിട്ടുള്ള ഒരു സിലിണ്ടർ തന്നെയാണ് ഒരു മോൾഡ് എന്ന് പറയുന്നത്. സോ ഹവർ ദ യൂസ് ഓഫ് എക്സ്പാൻഡബിൾ സാൻഡ് മോൾഡ് ഈസ് ഓൾസോ പോസിബിൾ. അതായത് നമുക്ക് എക്സ്പാൻഡബിൾ മോഡായിട്ടുള്ള, അതായത് സാൻഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു സെറാമിക് മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഈ മോൾഡ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിനുള്ളിൽ നമുക്ക് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് കാസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ബ്രേക്ക് ചെയ്തെടുക്കാം. അതായത് പെർമനൻ്റ് ആയിട്ടുള്ള മോൾഡ് കാസ്റ്റിങ്ങും സാധിക്കും, അതിൻ്റെ കൂടെ തന്നെ എക്സ്പാൻഡബിൾ ആയിട്ടുള്ള സാൻഡ് മോൾഡ് കാസ്റ്റിങ്ങും പോസിബിൾ ആണെന്നാണ് നമ്മൾ പറയുന്നത്. The casting process is usually performed on a horizontal centrifugal casting machine. നമ്മൾ ആ ഫിഗറിൽ കണ്ടപ്പോൾ നമ്മൾ കണ്ടാണ് ഇതൊരു ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. സോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കാസ്റ്റിംഗ് മെഷീനാണ്. അതുകൂടാതെ തന്നെ വെർട്ടിക്കൽ മെഷീൻസ് ആർ ഓൾസോ അവൈലബിൾ. വെർട്ടിക്കൽ ആയിട്ടുള്ള മെഷീൻസും അവൈലബിൾ ആണ്. ആൻഡ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. നമ്മൾ ആ സ്റ്റെപ്സിലേക്ക് പോവുകയാണ്, എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു കാസ്റ്റിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു മോൾഡ് ഉണ്ട്, അതായത് ഈ ഹോളോ ആയിട്ടുള്ളൊരു സിലിണ്ടർ തന്നെയാണ് ഒരു മോൾഡ് എന്ന് പറയുന്നത്. ആ മോൾഡിനുള്ളിലാണ് കാസ്റ്റിംഗ്. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അതൊരു യെല്ലോ കളറിലാണ് കാണിച്ചിരിക്കുന്നത് കാസ്റ്റിംഗ് ആയിട്ട്. സോ അതിന് പുറമേ കാണുന്നതാണ് നമ്മുടെ മോൾഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്റ്റീലോ അല്ലെങ്കിൽ അയണോ അതുപോലെ തന്നെ ഗ്രാഫൈറ്റോ അല്ലെങ്കിൽ നമുക്ക് എക്സ്പാൻഡബിൾ രീതിയിലുള്ളതും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഈ മോൾഡിനെ ഉണ്ടാക്കിയെടുക്കാം. സോ ഈ മോൾഡിനെ ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്, അതിനുള്ളിലാണ് കാസ്റ്റിംഗ് നടക്കുന്നത്. സോ ഇതിൻ്റെ റൊട്ടേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരുടെ സഹായം തേടിയിരിക്കുന്നത്, ഇവിടെ ഒരു മോട്ടറിൻ്റെ സഹായം നേടിയിരിക്കുന്നത്. ഈ റോട്ടറി മോഷനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് റോളേഴ്സ്. 2 റോളറുകളാണ് താഴെയുള്ളത്, അതിനെ നമ്മൾ ബോട്ടം റോളേഴ്സ് എന്ന് വിളിക്കും. അതേപോലെ ടോപ്പിലും ഉണ്ട് അതേപോലെ റോളർ, അതിനെ ടോപ്പ് റോളേഴ്സ് എന്നും വിളിക്കും. ഈ മോൾഡിനുള്ളിലാണ് കാസ്റ്റിംഗ് നടക്കുന്നത്. ആ കാസ്റ്റിങ്ങിന് വേണ്ടി മോൾട്ടൺ മെറ്റലിനെ പോർ ചെയ്യുന്നത് ഈ പോറിംഗ് ബേസിൻ ഉപയോഗിച്ചിട്ടാണ്. ഇതിലേക്ക് നമ്മൾ മെറ്റലിനെ, അതായത് മെറ്റലിനെ നമ്മൾ മോൾട്ടൺ സ്റ്റേജ് ആക്കിയിട്ട് ഇതേപോലെ ലാഡിൽ കൊണ്ടുവന്ന് മാനുവലായിട്ട് അല്ലെങ്കിൽ ബൈ മെഷീൻ, മോസ്റ്റ്ലി മാനുവലായിട്ട് തന്നെയാണ് ഇതിനകത്തോട്ടേക്ക് ഒഴിക്കുന്നത്. സോ മോൾട്ടൺ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോറിംഗ് ബേസിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവിടെ നിന്നും ഗ്രാജുവലി എങ്ങോട്ടേക്ക് എൻ്റർ ആവുന്നു, നമ്മുടെ മോൾഡ് ക്യാവിറ്റിക്കകത്തോട്ട് എൻ്റർ ആവുന്നു. സോ ഈ മോൾഡിനെ നമ്മൾ ഒരു മോട്ടർ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇവിടുത്തെ റോട്ടറി ആയിട്ടുള്ള ആക്ഷനെ നമുക്ക് ഇവിടെയും കിട്ടുകയാണ് അല്ലേ.
സോ ഇതിനകത്തേക്ക് ഗ്രാജുവലി എൻ്റർ ആവുന്ന മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യുന്നു, ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇതിൻ്റെ വാളിലേക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റിക്ക് ചെയ്യുന്നു. അപ്പം യൂണിഫോം സ്പീഡിൽ ഇത് ഒരു RPM ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഗ്രാജുവലി എല്ലാ പോർഷനിലേക്കും എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റലിന് എത്തിപ്പെടാൻ പറ്റും. സോ ഇതിന് ശേഷം ഇതിൽ നിന്ന് പുറത്തെടുക്കുന്ന കാസ്റ്റിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു ഹോളോ ആയിട്ടുള്ള സിലിണ്ടറാണ്. സർട്ടൺ ഡിസൈൻസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ്ലി പ്ലെയിൻ ആയിട്ടുള്ള ഹോളോ സിലിണ്ടേഴ്സ് ആണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. So steps involved in centrifugal casting: preheat the steel mold and coat the mold interior with the refractory ceramic coating. അതായത് ഒരു സ്പ്രേ ഉപയോഗിച്ച്, ഒരു സ്ലറി സ്പ്രേ ആണ് നമ്മൾ ആദ്യം എന്തിൽ കൊടുക്കുന്നത്, നമ്മുടെ ഈ സെറ്റപ്പിൻ്റെ ഈ മോൾഡിൻ്റെ ഔട്ടർ അതായത് ഇന്നർ വാളിൽ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ഒരു കോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു റിഫ്രാക്ടറി സെറാമിക് കോട്ടിംഗ് ആണ്. അത് സ്പ്രേ ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. നമ്മുടെ മോൾഡ് എന്ന് പറയുന്നത് സ്റ്റീൽ ആവാം, ഗ്രാഫൈറ്റ് ആവാം, കാസ്റ്റ് അയൺ ആവാം എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതാണ് നമ്മുടെ ഒരു 2D സെക്ഷൻ്റെ വ്യൂ. അപ്പം ഇതിൽ നമ്മൾ ഈ ഔട്ടറിൽ കാണുന്നതാണ് നമ്മുടെ മോൾഡിൻ്റെ പോർഷൻ അല്ലേ. അപ്പോൾ ഈ മോൾഡിൻ്റെ പോർഷനും അതുപോലെ തന്നെ ഈ റെഡ് കളറിൽ കാണുന്ന ഇതിനും ഇടയിലൊരു ലൈൻ കാണാം. അതെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ കോട്ടിംഗ് കൊടുത്തിരിക്കുന്നതാണ്. ഫസ്റ്റിലെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സെറാമിക് കോട്ടിംഗ് കൊടുത്തു. സോ സെറാമിക് കോട്ടിംഗ് കൊടുക്കുമ്പോൾ എന്താണ്, നമ്മൾ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അതായത് ബൈ ദ ഹെൽപ്പ് ഓഫ് എ മോട്ടർ. സോ മെൽറ്റ് ദി മെറ്റൽ ഇൻ ദ ഫർണസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫർണസിൽ വെച്ച് മെറ്റലിനെ നമ്മൾ മെൽറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ദ മോൾഡ് 300 to 3000 RPM-ലാണ്. ടിപ്പിക്കലി അറൗണ്ട് 1000 RPM ഒക്കെ വേരി ചെയ്യും. അത് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്ന സിലിണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ RPM സെറ്റ് ചെയ്യുന്നത്. പോർ ദ മെറ്റൽ ആൻഡ് സ്പിൻ ദ മോൾഡ് അണ്ടിൽ ദ കാസ്റ്റിംഗ് സോൾഡിഫൈ. അപ്പോൾ സോളിഫിക്കേഷൻ സംഭവിക്കുന്നവരെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു നിശ്ചിത അളവിൽ, ഒരു വേഗതയിൽ. അതേപോലെ ഇതിനകത്തേക്ക് മോൾട്ടൺ മെറ്റലിനെ നമ്മളൊരു പോറിംഗ് ബേസിൻ വഴി എന്ത് ചെയ്യുന്നു, മോൾട്ടൺ മെറ്റലിനെ ഇതിനകത്തോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിനകത്തോട്ട് ഈക്വലായിട്ട് എല്ലാ പാർട്ടിലേക്കും അതിനെ എത്തുന്നു. സർട്ടൺ ടൈം സോളിഫിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് നമുക്ക് സിലിണ്ടറിനെ പുറത്തേക്ക് എടുക്കാം. സോ റിമൂവ് ദ കാസ്റ്റിംഗ് ഫ്രം ദ മോൾഡ് ആഫ്റ്റർ സോളിഫിക്കേഷൻ, ക്ലീൻ, ഹീറ്റ് ട്രീറ്റ് ആൻഡ് മെഷീൻ ദ ഫിനിഷ്ഡ് കാസ്റ്റിംഗ്. ബാക്കി എന്ത് ചെയ്യുക, കാസ്റ്റിംഗ് കഴിഞ്ഞ് പുറത്തെടുത്തതിന് അതിൻ്റേതായ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. സോ മോസ്റ്റ്ലി പൈപ്പ്സ് ഒക്കെ ഇതുവഴിയാണ് ഉപയോഗിക്കുന്നത്. സീവേജ് പൈപ്പുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പുകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സിലിണ്ടറൊക്കെ നമ്മൾ ഈ ഹോളോ ആയിട്ടുള്ള സിലിണ്ടറൊക്കെ ഉണ്ടാക്കുന്നത് ഈ കാസ്റ്റിങ്ങിലൂടെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആണ്. അതിൻ്റെ 3D അനിമേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു ലാഡിലുണ്ട്. ലാഡിലിനകത്താണ് മോൾട്ടൺ മെറ്റൽ ഉള്ളത്. അതിനെ നമ്മൾ പോറിംഗ് ബേസിനിലേക്ക് കൊടുക്കുന്നു. അവിടെ നിന്നും ഒരു സ്ക്രൂ വഴി നമ്മുടെ സിലിണ്ടറിനകത്ത്, അതായത് മോൾഡിനകത്തോട്ട് എൻ്റർ ആവുന്നു. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ മൂലം ഈ എൻ്റർ ആവുന്ന മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യുന്നു, എല്ലാ സിലിണ്ടറിൻ്റെ എല്ലാ പോർഷനിലേക്കുള്ള വാളിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു, സ്റ്റിക്ക് ചെയ്ത് വരുന്നു. അപ്പോൾ സർട്ടൺ ടൈം നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയും അനുസരിച്ചിട്ടായിരിക്കും ഈ കാസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സിലിണ്ടറിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കാണാം ബോട്ടം റോളേഴ്സാണിത്, അതുപോലെ ടോപ്പ് റോളേഴ്സും ഒക്കെ ഉണ്ട്, മോട്ടറുണ്ട്. ഇതിനാണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. റോട്ടറി ആക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ 3D അനിമേഷനും കൂടെ നോക്കാം. അതായത് ഇൻസൈഡ് ഉള്ളത്, ഇപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് ഉള്ളത് കണ്ടു. ഇൻസൈഡ് നമുക്കറിയാം ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും. ഇത് നമ്മുടെ പോറിംഗ് ഇതായിരുന്നു. അതുവഴിയാണ് മോൾട്ടൺ മെറ്റൽ എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ വാളിൽ അത് എന്ത് ചെയ്യുന്നു, സ്റ്റിക്കായിരിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മുടെ സിലിണ്ടറിനെ പുറത്തേക്ക് കിട്ടുന്നത്. ഈ ഒരു ദൃശ്യത്തിൽ നമുക്കത് കാണാം. ഇൻസൈഡ് ഒരു സിലിണ്ടർ ഫോം ആയിട്ടുണ്ട്, ഔട്ട്സൈഡ് കാണുന്നത് നമ്മുടെ മോൾഡാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഒരു മോട്ടറുണ്ട്, അതിൻ്റെ പുള്ളിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഈ ബോട്ടം റോളേഴ്സാണ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്ന പോർഷനാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത്. അത് കാസ്റ്റ് ചെയ്യുന്ന പോർഷൻ്റെ അളവനുസരിച്ചിട്ടായിരിക്കും ഇത് വേരി ചെയ്യുന്നത്. ഇതിപ്പോൾ ചെറിയൊരു സിലിണ്ടറിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു സെറ്റപ്പ് നമ്മൾ കാണുന്നത്. ഇവിടെയായിട്ട് നമ്മൾ പോറിംഗ് ബേസിൻ കാണാം. ഇതിലാണ് നമ്മൾ ലാഡിൽ കൊണ്ടുവരുന്ന മോൾട്ടൺ മെറ്റലിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇതുവഴിയാണ് ഇങ്ങോട്ടേക്ക് മോൾട്ടൺ മെറ്റൽ എൻ്റർ ആവുന്നത്. അതിൻ്റെ ഫ്ലോ റേറ്റൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യും. അതുപോലെ ടൈമിങ്, അതൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ തിക്നെസ് നമ്മൾ തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് കൂളിങ്ങിനെ കുറിച്ചുള്ളൊരു ഇതും കൂടെ ഉണ്ട്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല. ഇതിന് കൂളിംഗ് കൂടെ ഉണ്ട്. അതായത് ഈ കാണുന്ന നോസിൽസ് വഴിയാണ് വാട്ടറിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ വാളിലേക്ക്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ആവുന്നതുകൊണ്ട് ഈക്വലി എല്ലാ പാർട്ടിലേക്കും എന്താവും, കൂളിംഗ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സോളിഫിക്കേഷൻ റേറ്റ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇങ്ങനെയാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ദ കാസ്റ്റിംഗ് ഈസ് റിലേറ്റീവ്ലി ഫ്രീ ഫ്രം ഡിഫക്റ്റ്. ഡിഫക്റ്റുകളൊക്കെ വളരെ കുറവാണ്. നോൺ മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ് വിച്ച് സെഗ്രിഗേറ്റ് ടുവേർഡ് ദ ബോർ ക്യാൻ ബി മെഷീൻഡ് ഓഫ്. നമുക്ക് സെൻറ്ററിലേക്ക് വരുന്ന പോർഷൻസൊക്കെ അധികമായിട്ട് വരുന്നതെല്ലാം നമുക്ക് മെഷീൻ ചെയ്ത് കളയാവുന്നതാണ്.
Less loss of metal, better mechanical property, production rate is high, and the centrifugal casting process can be used for fabricating functionally gradient metal matrix composite material. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രത്യേകതകളാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിന് ഉള്ളത്. സോ അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ പൈപ്പ്സോ വാട്ടർ ഗ്യാസ്, അതുപോലെ തന്നെ വാട്ടർ ഗ്യാസ് സീവേജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പൈപ്പ്സ് നമ്മൾ എടുക്കാറുണ്ടല്ലോ. ആ പൈപ്പൊക്കെ നമ്മൾ ഈ രീതിയിലാണ് കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ബിയറിങ്ങിൻ്റെ ബുഷസ്, സിലിണ്ടർ ലൈനേഴ്സ്, പിസ്റ്റൺ റിംഗ്, പേപ്പർ മേക്കിംഗ് റോളേഴ്സ്, ക്ലച്ച് പ്ലേറ്റ്, പുള്ളീസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെയാണ്. ഈ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻസ് നമുക്കുണ്ട് ഇതിന്. അത് നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിൽ തന്നെ കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ട് പല രീതിയിലുള്ള. അത് വെച്ചിട്ടാണ് പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. സോ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിൻലി 3 ടൈപ്സ് ആണ് മെയിൻലി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആണെങ്കിലും ആ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിനകത്ത് തന്നെ 3 വിഭാഗമായിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് ഒരു ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നത് കാസ്റ്റ് അയൺ, അതായത് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ളത്, സീവേജ് പൈപ്പ്, സ്റ്റീൽ ഗൺ ബാരൽ, കെമിക്കൽ റിയാക്ടറിൻ്റെ വെസലുകൾ, പ്രഷർ വെസൽ ബോഡീസ്, റിയാക്ടർ ട്യൂബ്സ് ആൻഡ് പ്രഷർ പൈപ്പിംഗ് ഫോർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, പേപ്പർ മിൽ റോൾസ്, ടെക്സ്റ്റൈൽ റോൾസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാസ്റ്റിംഗ് ആണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. അതിൽ ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫിഗേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിൻ്റെയാണ്. അതായത് ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിൻ്റെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആണ് കണ്ടത്. ഇതേപോലെ തന്നെ വെർട്ടിക്കലും ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ 2 തരത്തിലുള്ള കാസ്റ്റിംഗ് ആണ് ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിനുള്ളത്. മെയിൻലി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹൊറിസോണ്ടൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് വെച്ച് തന്നെ പറയാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആണ്. ദ പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് വീൽ, റിംഗ്, റോളർ, ഷീസ്, പുള്ളി, ഫ്ലൈ വീൽ, ഗിയർ ബ്ലാങ്ക്, ടർബോ, സൂപ്പർ ചാർജ്, ഡയഫ്രം, ഡിസ്ക്, സ്റ്റീൽ റെയിൽ റോഡ് വീൽസ്, അതുപോലെ നോസിൽസ് ആൻഡ് സിമിലർ പാർട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സിമെട്രിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ വീലൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിംഗ് എടുക്കുകയാണെങ്കിലും പുള്ളിയൊക്കെ എടുക്കുകയാണെങ്കിലും നമ്മൾ ഈക്വലായിട്ട് സിമെട്രിക്കൽ ആയിട്ടുള്ള പാർട്സ് വരുന്ന പോർഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ കോർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിൽ നമ്മൾ കോർ ഉപയോഗിക്കുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഹോളോ ആയിട്ടുള്ള പാർട്ട് വേണമെങ്കിൽ സെമി സെൻട്രിഫ്യൂഗലിൽ നമ്മൾ കോർ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 3ഉം സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗിങ് കാസ്റ്റിംഗ് ആണ്. അതായത് പ്രൊഡക്റ്റ് മേ ബി ഇറഗുലർ ഓർ നോൺ സിമെട്രിക്കൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വാൽവ് ബോഡീസ്, പ്ലഗ്, വാൽവ് ബോണറ്റ്സ്, പില്ലോ ബ്ലോക്സ് ആൻഡ് യോക്സ് എക്സെട്ര, ജ്വല്ലറി ഐറ്റംസോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സെൻട്രിഫ്യൂഗിങ് ഉപയോഗിക്കാറുണ്ട്. സെൻട്രിഫ്യൂഗിങ് വളരെ ചെറിയ കാസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുന്ന പോർഷൻസ് ആണ്. സോ നമുക്ക് ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പോറിംഗ് മോൾട്ടൺ മെറ്റൽ ഇൻ ടു ദി ക്യാവിറ്റി ഓഫ് എ റാപ്പിഡ്ലി റൊട്ടേറ്റിംഗ് metal mold to whose wall the metal is thrown centrifugal force and where it solidifies in the form of a hollow casting. True centrifugal casting is the production of hollow casting by the centrifugal force alone and without the aid of a central core. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് റാപ്പിഡ്ലി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോൾഡിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റലിനെ പോർ ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ കോർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഹോളോ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രൂ സെൻട്രിഫ്യൂഗലിലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പ്രത്യേകതകളുണ്ട്. സോ മോൾട്ടൺ മെറ്റൽ ഈസ് പോർഡ് ഇൻ ടു ദി സ്പിന്നിങ് മോൾഡ് ക്യാവിറ്റി ആൻഡ് ദ മെറ്റൽ ഈസ് ഹെൽഡ് എഗനിസ്റ്റ് ദ വാൾ ഓഫ് ദി മോൾഡ് ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദ മോൾട്ടൺ മെറ്റൽ ഇതിങ്ങോട്ട് എൻ്റർ ആവുന്നു. ഇത് റൊട്ടേഷനിലായതുകൊണ്ട് ഈക്വലായിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് എത്തുന്നു. ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ആൻഡ് മെറ്റൽ പോറിംഗ് റേറ്റ് വേരി ദ അലോയ് ആൻഡ് സൈസ് ആൻഡ് ഷേപ്പ് ബീയിങ് കാസ്റ്റ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് സ്പീഡ് ഓഫ് റൊട്ടേഷൻ, അതുപോലെ തന്നെ മെറ്റൽ പോർ ചെയ്യുന്നതിൻ്റെ റേറ്റ്, പിന്നെ ടൈമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഈ സെൻട്രിഫ്യൂഗൽ, അതായത് ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിലെ തന്നെ ഹൊറിസോണ്ടൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിനെ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടും സാധിക്കും. സോ ദ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് മെഷീൻസ് യൂസ്ഡ് ടു സ്പിൻ ദ മോൾഡ് may have either a horizontal or a vertical axis of rotation, and for short casting the rotational axis vertical. In the vertical axis machine the central hole will not be completely cylindrical, which will need machine after the casting is made. അപ്പോൾ ഹൊറിസോണ്ടൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് വെർട്ടിക്കൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് വരുന്നത്. കാരണം
ഇതിപ്പം ഈ ഒരു ഇതിൻ്റെ ആക്സിസ് ആണെങ്കിൽ ഈ ആക്സിസിനെ ബേസ് ചെയ്തുള്ള റൊട്ടേഷൻ ആയിരിക്കും ഉണ്ടാവുക. നേരത്തെ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരുന്നു, ഇപ്പോൾ വെർട്ടിക്കലാണ്. സോ ഈ ലാഡറിൽ നിന്ന് നമ്മൾ മോൾട്ടൺ മെറ്റലിന് ഈ ക്യാവിറ്റി വഴി അകത്തേക്ക് കൊടുക്കുമ്പോൾ ഈ കാണുന്ന ഡൈ അതിനകത്ത് സിലിണ്ടർ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ സിലിണ്ടർ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡൈയാണ് നമ്മൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ റൊട്ടേറ്റിംഗ് ആക്ഷൻ നമുക്ക് കാണാം. ഇങ്ങനെയാണ് റൊട്ടേഷൻ നടക്കുന്നത്. സോ അങ്ങനെ റൊട്ടേഷൻ നടക്കുന്നു. അതേപോലെ തന്നെ ഇത് വെർട്ടിക്കലായിട്ടാണ് വെച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, മോൾഡിനെ ഹൊറിസോണ്ടലായിട്ട്. ഇവിടെ നമ്മൾ മോൾഡിനെ വെർട്ടിക്കലായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ കണ്ട ഹൊറിസോണ്ടൽ നമുക്കറിയാം സെൻട്രലിലേക്ക് കൂടുതലായിട്ടുള്ള മെറ്റൽ വരില്ലായിരുന്നു. അതായത് മോൾട്ടൺ മെറ്റലിനെ നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ നമുക്കറിയാം കോറൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് സെൻട്രലിലേക്ക് അധികം മെറ്റലുകൾ ഒരുപാട് വരാറില്ല, കാരണം ഇത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട്. പക്ഷേ വെർട്ടിക്കൽ ആകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ പോർഷനിലോട്ട് കൂടുതൽ ആയിട്ടുള്ള മോൾട്ടൺ മെറ്റൽ വന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത് മെഷീൻ ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അതൊരു ഡിഫക്റ്റാണ് ഹൊറിസോണ്ടലിനെ വെച്ച് വെർട്ടിക്കലിനെ നോക്കുമ്പോൾ. സോ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയും കൂടെ, നമ്മൾ ഹൊറിസോണ്ടലാകുമ്പോൾ എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാമായിരുന്നു. പക്ഷേ വെർട്ടിക്കലാകുമ്പോൾ ആ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടത്തില്ല. അതായത് ഹൊറിസോണ്ടലായിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്താണ്, വെർട്ടിക്കലായിട്ട് നിർത്തുമ്പോൾ അതിൻ്റെ ഹൈറ്റാണ്. അപ്പം ഒത്തിരി ഹൈറ്റ് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ ഷോർട്ട് കാസ്റ്റിംഗ് ദ റൊട്ടേഷണൽ ആക്സിസ് വെർട്ടിക്കലാക്കാം. ഇൻ വെർട്ടിക്കൽ ആക്സിസ് മെഷീൻ ദ സെൻട്രൽ ഹോൾ വിൽ നോട്ട് ബി കംപ്ലീറ്റ്ലി സിലിണ്ടറിക്കൽ. അതായത് ഇന്നർ കോർ, അതായത് ഇന്നറിലുള്ള പോർഷൻ ഒരിക്കലും ഹോളോ ആയിട്ടുള്ള സിലിണ്ടർ ഷേപ്പിലോട്ട് കിട്ടത്തില്ല. വിച്ച് വിൽ നീഡ് മെഷീനിങ് ആഫ്റ്റർ ദ കാസ്റ്റിംഗ് ഈസ് മെയ്ഡ്. കാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ മെഷീൻ ചെയ്ത് വേണം എടുക്കാനാണ്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് അക്വയർ ഹൈ ഡെൻസിറ്റി ആൻഡ് ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ഫോർ ദെയർ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഡിഫക്റ്റ് ആർ ലെസ്. Gates and rises are not needed, which result in saving in material and increasing the yield. High output ആണ്, formation of hollow interiors without core. അപ്പോൾ കോർ ഇല്ലാതെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഹൊറിസോണ്ടൽ കാസ്റ്റിംഗും ഉണ്ട്, വെർട്ടിക്കൽ കാസ്റ്റിംഗും ഉണ്ട്. മെയിൻലി ഹൊറിസോണ്ടൽ കാസ്റ്റിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം ഈ വെർട്ടിക്കലിലെ പ്രശ്നങ്ങളൊന്നും ഹൊറിസോണ്ടലിന് വരുന്നില്ല. പിന്നെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്കിത് വേരി ചെയ്ത് മാറ്റാവുന്നതാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കണ്ടാമിനേഷൻസ് ഓഫ് ഇന്നർ സർഫസ് ഓഫ് ദ കാസ്റ്റിംഗ് മേക്ക് ഇറ്റ് നെസസറി ടു ഇൻക്രീസ് ഫിനിഷിംഗ് അലവൻസ് ഫോർ സബ്സിക്വൻറ്റ് മെഷീനിങ് ഫോർ ദ ഇന്നർ സർഫസ്. അതാണ് ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലിൽ നോക്കുമ്പോൾ. ആൻഡ് ഇനാക്യുറേറ്റ് ഡയമീറ്റർ ഓഫ് ദ സർഫസ് ഓഫ് എ കാസ്റ്റിംഗ്. നോട്ട് ഓൾ ദി അലോയ്സ് ക്യാൻ ബി കാസ്റ്റ് ബൈ ദിസ് മെത്തേഡ്. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെമി സെൻട്രിഫ്യൂഗലിലേക്ക് വരാം. സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് പ്രോസസ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സോളിഡ് കാസ്റ്റിംഗ് ആൻഡ് ഹെൻസ് റിക്വയർ എ കോർ ടു പ്രൊഡ്യൂസ് ഹോളോ ക്യാവിറ്റീസ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിന് ഹോളോ ആയിട്ടുള്ള സിലിണ്ടർ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് കോർ ആവശ്യമില്ലായിരുന്നു. പക്ഷേ സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിൽ കോർ ആവശ്യമാണ്. സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് പ്രോസസ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ സിമെട്രിക്കലി ഷേപ്ഡ് ഒബ്ജക്ട് ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് മോൾഡ് ഈസ് ഓൾവേസ് വെർട്ടിക്കൽ. അതായത് ഈ കാണുന്ന ആക്സിസ് എന്ന് പറയുന്നതിന് ആക്സിസിന് ഇത് വെർട്ടിക്കലായിട്ടുള്ള റൊട്ടേഷനാണ്. അതേപോലെ തന്നെ അങ്ങനെ ഈക്വലായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരുന്ന പോർഷൻസ് എല്ലാം എന്തായിരിക്കണം, സിമെട്രിക്കൽ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കണം. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഒരു ഡൈ എന്ന് പറയുന്നത്. ആ ഡൈക്കുള്ളിലുള്ള ക്യാവിറ്റി, ആ ക്യാവിറ്റിക്കകത്തോട്ട് നമ്മൾ മോൾട്ടൺ മെറ്റലിനെ പോർ ചെയ്യുന്നു. ഈ കാണുന്നതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഈക്വലി എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഡൈയെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മോൾട്ടൺ മെറ്റൽ എത്തും. സോ ഇവിടെ മോസ്റ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോർ ഉപയോഗിക്കുന്നുണ്ട്. ഹോളോ ആയിട്ടുള്ള പാർട്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കോർ ഉപയോഗിക്കണം. അതുപോലെ തന്നെ സിമെട്രിക്കൽ ആയിട്ടുള്ള ഷേപ്സിനെ നമുക്ക് സെമി സെൻട്രിഫ്യൂഗൽ വെച്ച് കാസ്റ്റ് ചെയ്യാൻ മതി. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗിയർ ബ്ലാങ്ക്സ്, ഷീവ്സ്, വീല് ആൻഡ് ദ പുള്ളി ആർ കോമൺ പ്രൊഡ്യൂസ്ഡ് പാർട്ട് ബൈ സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കാസ്റ്റിങ്ങിനുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നത്. സോ അതിൻ്റെ വർക്കിംഗ് നോക്കി കഴിഞ്ഞാൽ ഇൻ സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ദ മോൾഡ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ യൂഷ്വൽ മാനർ യൂസിങ് കോപ്പ് ആൻഡ് ഡ്രാഗ് ബോക്സ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കോപ്പും ഡ്രാഗും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് പഴയ പോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദ മോൾഡ് ക്യാവിറ്റി ഈസ് പ്രിപ്പയർഡ് വിത്ത് ഇറ്റ് സെൻട്രൽ ആക്സിസ് ബീങ് വെർട്ടിക്കൽ ആൻഡ് ദ കോൺസെൻട്രിക് വിത്ത് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ സെയിം ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു സെൻട്രൽ പോർഷനെ നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആക്കി നിർത്തി ഇതിനെ നമ്മൾ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മോൾട്ടൺ മെറ്റലിനെ പോർ ചെയ്യുന്നു. ഈക്വലായിട്ട് എല്ലാ പാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, മോൾട്ടൺ മെറ്റൽ എത്തുന്നു, കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഈ എത്തുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഹോളോ ആയിട്ടുള്ള പാർട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ കോർ വെച്ച് കൊടുക്കണം. അത് മാത്രമേ ഇതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളൂ. അപ്പം
ഇതാണ് സെമി സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ കോർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പൊസിഷൻ ആൻഡ് ദ മോൾഡ് ഈസ് റൊട്ടേറ്റഡ് സ്യൂട്ടബിൾ സ്പീഡ്, യൂഷ്വലി ലെസ് ദാൻ ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് പ്രോസസ്. So the centrifugal force produced due to the rotation of the mold curses the molten metal to fill the cavity to produce a desired shape. അപ്പോൾ ഇതാണ് ഒരു ഡൈ. ആ ഡൈയിൽ നമ്മൾ ഇതേപോലെ മോൾട്ടൺ മെറ്റൽ എൻ്റർ ആവുന്നു. ഏതൊക്കെ ഭാഗത്തേക്ക് സിമെട്രി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മളിവിടെ കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. സോ പുള്ളിയോ അല്ലെങ്കിൽ വീലിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. മറ്റേതിൻ്റെ പോലെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഇതിന് ആവശ്യമില്ല. വളരെ ചെറിയ സ്പീഡ് ഓഫ് റൊട്ടേഷൻ മതി. കാരണം ഇത് വളരെ അടുത്തുള്ള പോർഷനുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫില്ലാവുന്നത്. അപ്പോൾ അങ്ങനെ ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ഷൻ നമ്മൾ ഉപയോഗിച്ചത്. സോ സെൻട്രിഫ്യൂഗിങ് എന്ന് പറയുന്നത് തേർഡ് വൺ, വെൻ എ ഗ്രൂപ്പ് ഓഫ് സ്മാൾ മോൾഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ സർക്കിൾ ബേസ്ഡ്, അതായത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈക്വലായിട്ട് കൊടുക്കുന്നത്, അറൗണ്ട് ദി central vertical axis of the flask and the flask is rotating about the vertical axis. The process is called centrifuge casting. അതായത് നമ്മൾ ഈ കാണുന്ന കണക്ക് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം, ഇവിടെ കോപ്പുണ്ട്, അതുപോലെ ഡ്രാഗ് ഉണ്ട്. ഇതിനകത്താണ് ആ മോൾഡ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ യെല്ലോ കളറിൽ കാണുന്നത് അവിടെ കാസ്റ്റ് ചെയ്യുന്ന ഒരു ഇതിൻ്റെ കോറാണ്. അവിടെ ഹോളായിട്ട് വേണ്ടതുകൊണ്ട് ഒരു കോറുണ്ട്. ഇനി അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. അതായത് ആ കാസ്റ്റ് ചെയ്യുന്ന പോർഷൻസ് ആണ് ഈ കാണുന്നത്. ഈ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം അതിൻ്റെ ഹോളോ ആയിട്ടുള്ള പാർട്സ് വേണ്ട സ്ഥലമാണ്. അതായത് നമ്മുടെ കോപ്പിൻ്റെയും ഡ്രാഗിൻ്റെയും ഇടയിലായിട്ടിരിക്കുന്ന ഈ മോൾഡിൻ്റെ ഹോളോ പാർട്സ് വരുന്ന, അതായത് ഈ ഒരു സർക്കിളിലുള്ള സാധനം മാത്രമേ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. ആ കാസ്റ്റ് ചെയ്തെടുക്കുന്ന ഈ പോർഷൻ അതിനകത്ത് ഹോളോ വേണമായിരുന്നു. അതിനുള്ള കോറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് സെൻട്രൽ സ്ക്രൂ ആണ്, അതായത് ഈ പോർഷൻ. സോ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മോൾട്ടൺ മെറ്റലിനെ ഒഴിച്ചു കൊടുക്കുന്നു. ഏതൊക്കെ പാർട്ടിലേക്കാണ് നമ്മൾ ഈ ഒരു മോൾഡിൻ്റെ ഇത് ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അതങ്ങോട്ടേക്കെല്ലാം എന്ത് ചെയ്യുന്നു, ഈ മോൾട്ടൺ മെറ്റൽ എത്തുന്നു. എങ്ങനെയാണ് എത്തുന്നത്? ബൈ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ. സോ ഇതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ആക്സിസ് ആണ്. പക്ഷേ ഈ കാസ്റ്റിങ്ങിൻ്റെ ഈ സെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നതും ഇതും തമ്മിൽ ഒരിക്കലും സിങ്ക് ആവത്തില്ല. കാരണം ഈ ഒരു ഡൈയുടെ സെൻട്രൽ പോർഷനാണ് എന്ത്, അവിടുത്തെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഈ ഡൈയുടെ. പക്ഷേ കാസ്റ്റിങ്ങിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതല്ല. പക്ഷേ നേരത്തെ സെമി സെൻട്രിഫ്യൂഗലിൽ നമ്മൾ കണ്ടതാണ്, ഈ ഒരു കാസ്റ്റിംഗ് എന്താണോ അതിൻ്റെ സെൻറ്റർ ഓഫ് ആക്സിസ് എന്ന് പറയുന്നതും നമ്മൾ മെറ്റൽ ഈ പോർ ചെയ്യുന്ന ബേസിൻ്റെ ആ ഒരു ആക്സിസ് എന്ന് പറയുന്നതും സെയിം ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്ന് പറയുന്നത് കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ളതാണ്. പോർ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നതിൻ്റെ ആക്സിസും വ്യത്യസ്തമാണ്. So it is clear that the mold are not symmetrical about the axis of rotation. Axis of rotation ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിമെട്രിക് ആയിരുന്നു സെമിയിൽ. ഇവിടെ എന്താണ്, അത് ഇത് സിമെട്രിക് അല്ല. സോ ദ ആക്സിസ് ഓഫ് കാസ്റ്റിംഗ് ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡു നോട്ട് കോയിൻസൈഡ് വിത്ത് വൺ അനദർ. അതായത് കാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഇതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ സെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നതും ഈ ഡൈയുടെ റൊട്ടേഷൻ്റെ സെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നതും തമ്മിൽ എന്താവുന്നില്ല, കോയിൻസൈഡ് ചെയ്യത്തില്ല. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ സെമി സെൻട്രിഫ്യൂഗലിൽ അത് ഒരുമിച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ കാസ്റ്റ് ചെയ്യുന്ന സാധനം സിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡീസ് ആണെന്ന് പറഞ്ഞത്. ഇവിടെ സിമെട്രിക്കൽ ആയിട്ടുള്ളതല്ല. ഹിയർ അഗെയിൻ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ഹൈ പ്രഷർ ഓൺ ദി മെറ്റൽ ആൻഡ് ഗെറ്റ് മോർ ഡെൻസ് കാസ്റ്റിംഗ് ദ മോൾട്ടൺ മെറ്റൽ വിച്ച് ഫ്ലോ ടു ഓൾ ദി മോൾഡ്സ് അണ്ടർ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫ്രം എ സെൻട്രൽ ഫീഡിംഗ് സ്പ്രൂ. അപ്പോൾ ഈ സെൻട്രൽ ഫീഡിംഗ് സ്പ്രൂ വഴി എന്ത് ചെയ്യുന്നു, ക്യാവിറ്റി ആയിട്ടുള്ള എല്ലാ സ്പേസിലേക്കും ആര് ചെല്ലുന്നു, മോൾട്ടൺ മെറ്റൽ ചെല്ലുന്നു. എങ്ങനെയാണ് ചെല്ലുന്നത്? ഇതാ ഇവിടെ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. ആ മോട്ടർ എന്ത് ചെയ്യുന്നു, ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, എല്ലാ ഗ്യാപ്പിലേക്കും ആര് ചെല്ലുന്നത്, മോൾട്ടൺ മെറ്റൽ ചെല്ലുന്നത്. നിർമ്മിക്കുന്ന പോർഷൻസിന് ഹോളോ വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കോറ് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് 3 കാസ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം. മെയിൻലി സെൻട്രിഫ്യൂഗൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിലേക്ക് വരേണ്ടത് ഹോളോ ആയിട്ടുള്ള സിലിണ്ടർ നിർമ്മിക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മോൾഡ് കാസ്റ്റിങ്ങിനെയാണ്. പിന്നെ ഉള്ളത് അതിൻ്റെ വെർട്ടിക്കലുണ്ട്, സൈസ് കുറയുകയും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലേക്ക് കൂടുതലായിട്ടുള്ള മോൾട്ടൺ മെറ്റൽ എത്തുകയും ചെയ്യും. പിന്നെ ഉള്ളത് സിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡീസിനെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെമി സെൻട്രിഫ്യൂഗൽ ഉപയോഗിക്കുന്നത്. പിന്നീടുള്ള ഗ്രൂപ്പ് ഓഫ് സ്മോൾ മോൾഡ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രിഫ്യൂഗിങ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ. സോ സം എക്സാമ്പിൾസ് ആണ് ഇത്. കൂടുതൽ നമ്മൾ ഹൊറിസോണ്ടലും അതുപോലെ വെർട്ടിക്കലിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു സിലിണ്ടർ ബ്ലോക്കുകളാണ്. ഇതൊക്കെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് വഴി നിർമ്മിച്ചെടുക്കുന്നത്.
താങ്ക് യു.